ഡു മൈ മാത്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ടുഡേ സ്പെഷ്യലിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ കൂടെ അങ്ങ് ചെയ്യാം. നിങ്ങൾ അത് കണ്ട് പഠിക്കുക. അതിനുശേഷം നോട്ട്ബുക്കിൽ എഴുതി അതിൻ്റെ സൊല്യൂഷൻ ഏറ്റവും ചുരുങ്ങിയ സ്റ്റെപ്സിൽ എഴുതി വെച്ച് പഠിക്കാൻ ശീലിക്കുക. ഞാൻ വായിക്കുന്നതിനോടൊപ്പം ചെയ്യാൻ പോവുകയാണ്. എങ്കിലും ഒരു ചെറിയ ടൈം ഡിലേ വരും. 2 സ്ക്രീൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ചെയ്യാൻ നേരം ഞാൻ അപ്പുറത്തെ സ്ക്രീനിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ വരും. പക്ഷേ നിങ്ങൾക്ക് ആ ഡിലേ പാടില്ല. ഞാനിവിടെ ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ സ്ക്രീൻ സ്വിച്ച് ചെയ്യുന്നതിൻ്റെയും പിന്നെ അത് മനസ്സിൽ വെക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ ഡിഫിക്കൽട്ടി ഇതിനകത്ത് വരും. ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ കൂടെ അങ്ങ് ചെയ്യാൻ പോവുകയാണ്. എവറി ഇയർ മീനാക്ഷി ഇൻവെസ്റ്റ് 20% of her annual salary in PPF and spends 30% of her annual salary on paying rent. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ അപ്പുറത്തോട്ട് പോകാൻ പോവുക. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ കണ്ട് ചെയ്യാം എക്സാമിന്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇവിടെ ഞാൻ സ്ക്രീൻ സ്വിച്ച് ചെയ്യാൻ അപ്പുറത്ത് പോകുമ്പോഴേക്ക് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടേ അപ്പുറത്തോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് നേരെ അത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കണ്ടിട്ട് പേപ്പറിൽ ചെയ്യാം. അപ്പോൾ എന്നേക്കാൾ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് എൻ്റെ അർത്ഥം. എവറി ഇയർ മീനാക്ഷി ഇൻവെസ്റ്റ് 20% of her annual salary in PPF and spends 30% of her annual salary on paying rent. PPFന് 20%ഉം റെൻറ്റിന് 30%ഉം. അപ്പോൾ അത് ഞാൻ അപ്പുറത്ത് പോയെന്ന് എഴുതാൻ പോവുകയാണ്. PPFന് 20%ഉം റെൻറ്റിന് 30%ഉം. PPFന് 20%ഉം റെൻറ്റിന് 30% ഓഫ് ആനുവൽ സാലറിയാണ്. വൈന്ന് ഇവിടെ ഇട്ടേക്കാം. ഇയർലി എന്നറിയാൻ വേണ്ടി. ഇയർലി സാലറിയുടെ ഇത്രയും അങ്ങനെ സ്പെൻഡ് ചെയ്തു. വീണ്ടും ഞാൻ സ്ക്രീൻ സ്വിച്ചിങ്ങിന് സമയം എടുക്കുകയാണ്. നിങ്ങൾക്ക് അതിനേക്കാൾ ഫാസ്റ്റായിട്ട് ചെയ്യാമെന്നർത്ഥം. ഇനി ഞാൻ ബാക്കി വായിക്കുക. എവറി മന്ത് ഷീ സ്പെൻഡ്സ് 20% and 15% of the monthly salary on groceries and travelling expenses respectively. ഗ്രോസറീസിന് 20%ഉം ട്രാവലിങ്ങിന് 15%ഉം. വീണ്ടും ഞാൻ അപ്പുറത്ത് പോകാൻ പോവാണ്. ഗ്രോസറീസിന് 20ഉം ട്രാവലിങ്ങിന് 15ഉം. മന്ത്ലിയുടെ 20% ഗ്രോസറീസിനും 15% ട്രാവലിങ്ങിനും. ഇത് മന്ത്ലി സാലറിയുടെയാണ്. ഇനി വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരാം. ഗ്രോസറീസിന് 20%ഉം ട്രാവലിങ്ങിനും 50%. ഈ സ്വിച്ച് ചെയ്യുന്നിടയ്ക്ക് തെറ്റിപ്പോയാൽ എല്ലാം കുളമാവും. അപ്പോൾ അവിടം വരെയായി. ഇനി ആഫ്റ്റർ പേയിങ് ദ മെൻഷൻഡ് മന്ത്ലി എക്സ്പെൻസേഴ്സ് ഇൻക്ലൂഡിങ് റെൻറ്റ്. ആഫ്റ്റർ പേയിങ് ശ്രദ്ധിച്ച് വായിച്ച് ചെയ്യണം. ആഫ്റ്റർ പേയിങ് ദ മെൻഷൻഡ് മന്ത്ലി എക്സ്പെൻസേഴ്സ്, ഇവിടെ പറഞ്ഞ മന്ത്ലി എക്സ്പെൻസേഴ്സ് ഇൻക്ലൂഡിങ് റെൻറ്റ്, ഷീ പുട്ട്സ് ദ റിമൈനിങ് എമൗണ്ട് ഇൻ ദ ബാങ്ക് ആസ് സേവിങ്സ്. ഈ മന്ത്ലി എക്സ്പെൻസസ് ഇൻക്ലൂഡിങ് റെൻറ്റ് പേ ചെയ്തതിന് ശേഷം ബാക്കി അവർ ബാങ്കിലിട്ടു എന്നാണ്. അപ്പോൾ അപ്പുറത്ത് പോകണം. മന്ത്ലി എക്സ്പെൻസസും റെൻറ്റും കഴിഞ്ഞ് ബാക്കി ബാങ്കിലിട്ടു. അപ്പോൾ നോക്കാം നമുക്ക്. മന്ത്ലി എക്സ്പെൻസസ് ഇത് രണ്ടുമാണ്. റെൻറ്റ് ഉൾപ്പെടെയാണ്. ഇയർലി 30% എന്ന് വെച്ചാൽ മന്ത്ലി 30% തന്നെ ആയിരിക്കും, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് അവർ സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി ബാങ്കിലിട്ടത്. അപ്പോൾ എത്രയാണ് 30, 20, 50, 15, 65, 65% സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി 35% ബാങ്കിലിട്ടു. ഉറപ്പല്ലേ? ഇതാണ് ബാങ്കിൽ ഇട്ടത്. വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരാം. അത്രയും ബാങ്ക്. അപ്പോൾ 35% ബാങ്കിലിട്ടിരിക്കുന്നത്. അവിടെ വരെ കിട്ടി. വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്ത് തന്നെ ശീലിക്കുകയും വേണം നിങ്ങൾ. ആഫ്റ്റർ പേയിങ് ദ മെൻഷൻഡ് മന്ത്ലി എക്സ്പെൻസസ് ഇൻക്ലൂഡിങ് റെൻറ്റ്. മന്ത്ലി എക്സ്പെൻസസ് അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഇൻക്ലൂഡിങ് റെൻറ്റ് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇയർലി പേ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മന്ത്ലി ആയിട്ട് നമുക്ക് അത് എടുക്കാം. ഇയർലി 30% റെൻറ്റ് കൊടുത്താൽ തീർച്ചയായിട്ടും മന്ത്ലി സാലറിയുടെ 30% തന്നെ ആയിരിക്കും റെൻറ്റ് കൊടുക്കുന്നത്. അത് മാറ്റം വരത്തില്ല. ഒരേ സാലറി ആയതുകൊണ്ട് മന്ത്ലി കിട്ടുന്നതിന് ഇൻറ്റു 12 ആണല്ലോ ഇയർലി കിട്ടുന്നത്. അപ്പം മന്ത്ലി കിട്ടുന്നതിൻ്റെ ഇൻറ്റു 12ൻ്റെ 30% ആനുവൽ ആണെങ്കിൽ തീർച്ചയായിട്ടും മന്ത്ലിയുടെ 30% തന്നെ ആയിരിക്കും മന്ത്ലി റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 35% ആണ് ബാങ്കിൽ സേവിങ്സ് എന്ന് വരെ നമ്മൾ ചെയ്തു.
ഇനി in a year she is able to put rupees 1,79,760 in the bank as savings. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തു വെച്ച 35% ഈ പറയുന്ന 1,79,760 ആണല്ലോ. അപ്പോൾ 1,79,760 ആണ് നേരത്തെ പറഞ്ഞ ബാങ്കിലിട്ട പൈസ. 1,79,760. 1 lakh ഈ 35% എന്ന് പറയുന്നത് ആണ് 1,79,760. ഈ പറയുന്ന 35% ആണ്. അതവിടെ നിൽക്കട്ടെ. ഇനി ക്വസ്റ്റൻ എന്താണെന്ന് നോക്കട്ടെ. അത് 35% ഈ 1,79,760. If she invests in PPF from her annual savings at once, ആനുവൽ സേവിങ്സിൽ നിന്ന് ഒരുമിച്ചെടുത്താണ് PPF കൊടുക്കുന്നതെങ്കിൽ what is the amount that she invests in PPF? അപ്പം മൊത്തം സാലറിയുടെ 35% ആണ് 1,79,760 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വാട്ട് ഈസ് ദി എമൗണ്ട് ദാറ്റ് ഷീ ഇൻവെസ്റ്റ് ഇൻ PPF ആ ചോദ്യം. PPFൽ എത്രയായിരുന്നു ഒരു ഇട്ടത്? PPFൽ ദേ ഈ 20% ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? 35% അറിയാം, 20% കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ബൈ 35 ഇൻറ്റു 20, ഇത്രയേ ഉള്ളൂ. സിംപ്ലിഫൈ വെച്ച് കൊടുക്കുക. 20യും 35 കിട്ടിക്കളയും. 5 ഉണ്ട്, ഇവിടെ ഒരു 7 കിട്ടും, ഇവിടെ ഒരു 4 കിട്ടും. 7 ഇത് ഒറ്റ വെട്ടാ. 17ൽ 2 ടൈംസ്, അപ്പോൾ 14 പോയിട്ട് ബാക്കി 3 വരും. 9 ചേർന്ന് 39, 39ൽ 7 5 ടൈംസ്, 35 പോയിട്ട് ബാക്കി 4 വരും. 4 7 47, 47ൽ 7 6 ടൈംസ് 42, ബാക്കി 5 5 6 56, 56ൽ 7 8 ടൈംസ് 0 3 25,680 ഇൻറ്റു 4 എന്ന് കിട്ടും ആൻസർ. ഇതൊക്കെ മൾട്ടിപ്ലൈ എന്ന് അങ്ങനെ അറിയോ? ഇവിടെ 25,000 ഉണ്ട്, ഇൻറ്റു 4 കൊടുക്കുമ്പോൾ 1 lakh ആവും. ആ 1 ഞാനിവിടെ അങ്ങ് എഴുതും. ഇനി ഒരു 600 ഉണ്ട്. 600 ഇൻറ്റു 4 2,400. അത് മനസ്സിൽ വെക്കുക. 8 ഇൻറ്റു 4 320 ആയി. 2 ചേർത്താൽ 2,720 ആയി. 1,02,720. ഇങ്ങനെയൊക്കെ ചെയ്യണം. 1,02,720. നമുക്ക് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. 1,02,720 ഏസ് തേർഡ് ഓപ്ഷനായിട്ടുണ്ട്. ഇത് ബാങ്ക് ഓഫ് ബറോഡ PO എക്സാം 2016 ആണ്. അപ്പോൾ ഇത് ഒന്നും കൂടെ കണ്ട് നല്ല വൃത്തിയായി പഠിക്കുക. ഞാൻ ഈ ചെയ്തതിൻ്റെ 1/4 സമയം മതി നിങ്ങളെ കാണിക്കാതെ ഞാനങ്ങ് ചെയ്താൽ. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. നമ്പേഴ്സ് നല്ല പരിചയപ്പെടണം. ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്തുണ്ടോ, അതേപോലെ ചെയ്യണം. ഇതുപോലത്തെ ടെക്നിക്സ് പഠിക്കാനാണ് നിങ്ങൾ. എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കണ്ട് മനസ്സിലാക്കി പഠിക്കാനൊക്കെ അല്പം ക്ഷമ വേണം. ആരെ അട്രാക്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരുപാട് അവിടെ ഡിസൈൻ എന്നൊക്കെ കാണിച്ച് ഒന്നും ഇടത്തൊന്നുമില്ല. ആവശ്യമുള്ളവർ വന്ന് പഠിച്ചോളും, അതെനിക്കറിയാം. ആവശ്യമുള്ളവർ വന്ന് പഠിക്കുക. നിങ്ങൾ സീരിയസ് ആയി വർക്ക് ചെയ്യുക. ഞാനീ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുക. ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് ബുക്കിൽ ഇതിൻ്റെ കളക്ഷൻ ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. അത് ശീലിച്ചിരിക്കുക. സ്പെഷ്യൽ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യാൻ ഞാൻ ഈ സീരീസ് തുടങ്ങി എൻ്റെ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞു. എത്ര പേർ ചെയ്തു എന്ന് ചോദിച്ചാൽ അറിയാൻ വിവരം. 10% പേർ പോലും ചെയ്തിട്ടുണ്ടാകത്തില്ല. അവിടെയൊക്കെയാണ് നിങ്ങളുടെ സിൻസിയറിറ്റിയിൽ എനിക്ക് സംശയം. നിങ്ങൾ എപ്പോൾ സിൻസിയറായെന്നു നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ മതി. സിൻസിയറാണോ? സിൻസിയറാണെന്ന് ഉത്തരം കിട്ടണേ ഞാൻ പറയുന്നത് അതേപോലെ ചെയ്യണം. അങ്ങനെ ചെയ്തു എന്ന് എപ്പോൾ ഉത്തരം കിട്ടും, അപ്പം മാത്രമേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന സാധനം കയ്യിൽ കിട്ടൂ. നിങ്ങളെന്താ പ്രതീക്ഷിക്കുന്നത്? ജോലിയാണ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്വന്തം മനസാക്ഷിയോട് സിൻസിയറായി കാര്യങ്ങൾ ചെയ്യണം. അതെല്ലാവരും ശീലിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കഴിഞ്ഞ അതേപോലെ ഞാൻ വായിച്ചങ്ങ് ചെയ്യാൻ പോവാണ്. എവറി മന്ത് ഔട്ട് ഓഫ് ഹിസ് മന്ത്ലി സാലറി he invested 20% in mutual funds, paid 2,000 rupees 2,000 for buying groceries and gave rupees 2,500 to his maid. ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ അപ്പുറത്ത് പോകാൻ പോവുകയാണ്. 20% മ്യൂച്വൽ ഫണ്ടിലിട്ടു, 2,000 rupees ഗ്രോസറീസ്, 2,500 മെയ്ഡിന് കൊടുത്തു. ഇത്രയും വെച്ചുകൊണ്ട് അപ്പുറത്തോട്ടും പോകാൻ പോവാണ്, ബോർഡിലോട്ട്. ഈ സമയം ശരിക്കും പറഞ്ഞാൽ ലാഭമാണ് നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് കയ്യിലിരിക്കുമ്പോൾ. അപ്പോൾ നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് ചെയ്താൽ മാത്രമേ ആ ഇഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ. അത് വളരെ ശ്രദ്ധിക്കുക. ഐ ഇൻവെസ്റ്റ് 20% ഇൻ മ്യൂച്വൽ ഫണ്ട്, പെയ്ഡ് 2,000 ഫോർ ബൈയിങ് ഗ്രോസറീസ് ആൻഡ് ഗേവ് rupees 2,500 ടു ഹിസ് മെയ്ഡ്. അത് ഇനി അപ്പുറം പോയി എഴുതണം.
20% മ്യൂച്വൽ ഫണ്ട്. 2000 റുപ്പീസ് ഇത് വരുന്നു ഗ്രോസറീസ്. 2500 റുപ്പീസ് മെയ്ഡിന് കൊടുത്തു. ഇത്രയും അവിടെ നിൽക്കട്ടെ, വീണ്ടും തിരിച്ചു വരാം. He invested 20% in mutual fund, paid rupees 2000 for buying groceries and gave rupees 2500 to his maid. The remaining salary he deposited in his bank account. ബാക്കി ബാങ്ക് അക്കൗണ്ടിലിട്ടു. The amount he deposited in the bank in a year was 520% more than the amount he paid to his maid in the same year. The amount he deposited in the bank in a year, ഈ ബാക്കിയാണ് നേരത്തെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുള്ളതിൻ്റെ ബാക്കിയാണ് ബാങ്കിലിട്ടത്. ബാങ്കിലിട്ടത് the amount he deposited in the bank in a year was 520% more than, അവിടെ തന്നതല്ല മന്ത്ലി എക്സ്പെൻസസ് ആണ്. വർഷം എന്ത് ചെയ്യുന്നോ അതിൻ്റെ 12 മാസം ചെയ്യുന്നത്. അപ്പോൾ 520% വർഷം 520% മോർ ദാൻ ദി എമൗണ്ട് ഹി പെയ്ഡ് ടു ഹിസ് മെയ്ഡ് ഇൻ ദ സെയിം ഇയർ എന്ന് പറയുമ്പം വർഷത്തിൽ മെയ്ഡിന് കൊടുത്തതിൻ്റെ 520% കൂടുതലാണ് ബാങ്കിൽ ഇട്ടതെങ്കിൽ മന്ത്ലി അത് തന്നെ ആയിരിക്കും സംഭവിച്ചിരിക്കുക. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു. മന്ത്ലി കിട്ടുന്നത് ഇൻറ്റു 12 ആണ് ആനുവൽ കിട്ടുന്നത്. അപ്പോൾ മന്ത്ലി എത്ര പെർസെൻറ്റേജ്, സെയിം പെർസെൻറ്റേജ് തന്നെ ആയിരിക്കും ആനുവലിയും സംഭവിക്കുന്നത്. അപ്പം ഇയാൾക്ക് എന്താ സംഭവിച്ചത്? ദി എമൗണ്ട് ഹി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് ഇൻ എ ഇയർ വാസ് 520% മോർ ദാൻ ദി എമൗണ്ട് ഹി പെയ്ഡ് ടു ഹിസ് മെയ്ഡ് ഇൻ ദ സെയിം ഇയർ എന്ന് പറയുമ്പം മന്ത്ലി ഇത് തന്നെ സംഭവിച്ചിട്ടുള്ളത്. എന്താ? മന്ത്ലി മെയ്ഡിന് കൊടുത്തതിൻ്റെ 520% കൂടുതലാണ് അയാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. ഈ 520% കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 620% എന്നർത്ഥം. 50% കൂടുതൽ, 1% കൂടുതൽ വെച്ചാൽ 101% എന്നാണ്. 10% കൂടുതൽ വെച്ചാൽ 110% എന്നാണ്. അപ്പോൾ 520% കൂടുതൽ എന്ന് വെച്ചാൽ 620% എന്നാണ്. അപ്പം ഈ സെൻറ്റൻസിൽ നമുക്ക് എന്താ മനസ്സിലായത്? മെയ്ഡിന് കൊടുത്തതിൻ്റെ 620% ആണ് അയാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ അപ്പുറത്തോട്ട് പോവുകയാണ്. മെയ്ഡിന് കൊടുത്തതിൻ്റെ 620% ആണ് അയാൾ മെയ്ഡിന് കൊടുത്തത് ഇതാണ്. അതിൻ്റെ 620% ആണ് ബാങ്കിലിട്ടത്. അപ്പോൾ ഇനി ബാങ്കിലിട്ട എമൗണ്ടിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ഇതിൻ്റെ 2500 ഇൻറ്റു 620% ആണ്. 600% 6 ടൈംസ് ആണ്. പിന്നെ 20% കൂട്ടിയാൽ മതി. ഇതിൻ്റെ 6 ടൈംസ് 2500 6 ടൈംസ് 2000 12,000 500 3000, അപ്പോൾ 15,000 ആയി. അപ്പോൾ 6 ടൈംസ് എന്ന് പറയുമ്പം 15,000 ആയി. 15,000 ഞാൻ എഴുതുന്നില്ല, അവിടെ നിൽക്കട്ടെ. 20% കൂട്ടാൻ പോവാണ്. 20% എന്താ? 1/5. 2500 1/5 500, അപ്പോഴേ 15,500. ഇതാണ് ബാങ്കിലിട്ടത്. ഉറപ്പായി ഇതാണ് ബാങ്കിലിട്ടത്. അതവിടെ നിൽക്കട്ടെ. വീണ്ടും ക്വസ്റ്റ്യനിൽ നോക്കാം. അപ്പോൾ ബാങ്കിലിട്ടത് വരെ കിട്ടി. എന്ത് ഇനി അറിയണ്ടേ? വാട്ട് ഇസ് ഹിസ് മന്ത്ലി സാലറി അറിയേണ്ടത്. അപ്പം വീണ്ടും ബോർഡിലേക്ക് വരിക. എന്താ ബാങ്കിലിട്ടത്? ബാങ്കിലിട്ടത് ഒരു സെക്കൻഡ്. അല്ല, അറിയേണ്ടത് ബാങ്കിലിട്ടത് 15,500 ആണ്. ഓക്കെ. മെയ്ഡിന് 2,500 കൊടുത്തു. ഗ്രോസറിക്ക് 2000 കൊടുത്തു. മ്യൂച്വൽ ഫണ്ടിൽ 20% ഇട്ടു. അപ്പോൾ ആകെ ഈ എക്സ്പെൻസസ്സാണ് ഉള്ളത്. അപ്പോൾ ഈ 20% കഴിഞ്ഞാലുള്ള ബാക്കി എക്സ്പെൻസസ് 80% അല്ലേ? അപ്പോൾ അതിലിടാൻ കൂട്ടിയാൽ പോരെ. 15,500 2,500 കൂട്ടുമ്പം എത്ര വരും? 18,000. 18,000 2000 കൂട്ടുമ്പം 20,000 എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിയാണ്. 80% മന്ത്ലി സാലറി എന്ന് പറയുന്നത് 20,000 ആണ്. 80% മന്ത്ലി സാലറി എന്ന് പറയുന്നത് 20,000 ആണ്. അറിയേണ്ടത് മന്ത്ലി സാലറിയാണ്. 80% അറിയാം. 100% എത്രയാണെന്ന് അങ്ങനെ എഴുതുന്നത്? 100% എത്രയാണെന്ന് എഴുതിയാൽ മതി. 80% 20,000 ആണെന്നെങ്കിലേ ഞാനത് വേറെ എവിടെയും പോകുന്നില്ല. ഈ 80യുടെ 1/4 കൂടി എഴുതി 3 0 ഇട്ടാൽ മതി. അപ്പോൾ 100ൻ്റെ 1/4 കൂടി എഴുതുക, 3 0 ഇട്ടാൽ മതി. 25,000 ആയിരിക്കും അയാളുടെ മന്ത്ലി സാലറി. ഇത് നിങ്ങളുടെ അടുത്ത് പറയാൻ ഞാൻ ചെയ്യാനാണെങ്കിൽ 10 സെക്കൻഡ് മതി. നിങ്ങൾ അതാണ് പഠിക്കേണ്ടത്. ഓപ്ഷനിലുണ്ടോ നോക്കണം. 25,000.
യെസ്, തേർഡ് ഓപ്ഷൻ ₹25,000. ഇത് IBPS PO പ്രിലിംസ് 2017 ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ എന്തുദ്ദേശത്തിൽ ചെയ്യുന്നു അതിൻ്റെ ഡബിൾ സിൻസിയറിറ്റിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതാരൊക്കെ ചെയ്യുന്നു അവർക്കൊക്കെ പ്രയോജനപ്പെടും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കളക്ഷൻ ഉണ്ടാക്കി വെച്ച് പഠിക്കുക. ഞാൻ എണ്ണിക്കൊണ്ട് 600 ഗുഡ് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങളിലെത്തിക്കും. നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ പോലും ഭയങ്കര വലിയ മാർക്ക് നിങ്ങൾ വാങ്ങിക്കും. പക്ഷേ അത് മാത്രം പഠിച്ചാലൊന്നും സെലക്ഷൻ കിട്ടത്തില്ല. ബാക്കി എന്തെല്ലാം പഠിക്കാൻ കിടക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കണം, കറണ്ട് അഫയേഴ്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, ഇതെല്ലാം പഠിക്കണം. പക്ഷേ എനിക്ക് ഇതിലേക്ക് കൂടെ ഇത് മാത്രമേ ചെയ്യാൻ പറ്റൂ. നിങ്ങളത് വൃത്തിയായി പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആയി പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് തരാം. പക്ഷേ അതിൻ്റെ മാർക്കറ്റിംഗ് ഒന്നും അല്ല ഇത്. നിങ്ങളത് മനസ്സിലാക്കി പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.